there is a stage in everybody's life where care is more important than cure. When it comes to the last stages of life, many a times you and me don't get to decide for ourselves. It is invariably others who's going to decide for us. Second Saturday of October, ലോകമെമ്പാടും ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ? സാധാരണ നമ്മളുടെ ഒരു മനസ്സിൽ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി സന്ദർശിക്കുന്ന ഒരു ടീമിനാണ് പാലിയേറ്റീവ് ടീം എന്ന് പറയുക. എന്നാൽ അങ്ങനെയല്ല. ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ പലപ്പോഴും പലർക്കും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിൽ കിടക്കേണ്ടതായി വരാം, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ, എൻഡ് ഓഫ് ലൈഫ് കെയർ വേണ്ടിയ അവസ്ഥകൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരും. ബേസിക്കലി കെയർ ഓവർ ക്യൂർ. കാര്യം എല്ലാവരും മരണത്തിന് കീഴ്പ്പെടും. എല്ലാവരും ജനിക്കാൻ ഒരു പ്രക്രിയയുണ്ട്, ഒരുപോലെയാണ്. പക്ഷെ മരിക്കുന്നത് എല്ലാവരും വ്യത്യസ്തമായ മാർഗങ്ങളും വ്യത്യസ്തമായ റൂട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അസുഖങ്ങളാണെങ്കിൽ കൂടി പലരും പല അവസാന സമയങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തമാണ്. അപ്പൊ അതിനെ ലഘൂകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയ്ക്കാണ് ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയും. There is a stage in everybody's life where care is more important than cure. ചികിത്സയ്ക്കാണോ പരിചരണത്തിനാണോ മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം പലപ്പോഴും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെ അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അവിടെയാണ് ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ അല്ലെ എൻഡ് ഓഫ് ലൈഫ് കെയറിന്റെ ഒക്കെ പ്രസക്തി വരിക. നമ്മൾ ചികിത്സിച്ച് 4-5 മാസം ദുരിതം നീട്ടിക്കൊടുക്കുക അല്ല, മറിച്ച് ഉള്ള സമയം നല്ല പരിചരണം കൊടുത്ത് നല്ല അന്തരീക്ഷത്തിൽ അവരെ പരിചരിക്കുക എന്നുള്ളതിനായിരിക്കണം മുൻതൂക്കം എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടേക്കുന്നത്. കാരണം എവറിബഡി ഡിസേർവ്സ് എ ഡിഗ്നിഫൈഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അവനവന്റെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ അവരവരുടെ ആഗ്രഹം അനുസരിച്ച് നല്ല പരിചരണം കിട്ടി മരിക്കുക എന്നുള്ളത്. ഒരുപാട് ചികിത്സിച്ച് അല്ലെങ്കിൽ ഒരുപാട് മെഷീൻസിന്റെയും ഒരുപാട് ഒച്ചകളുടെയും നടുവിൽ കിടന്ന് മരിക്കാതെ സ്വന്തക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ സാമീപ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ മരിക്കുക എന്ന് പറയുന്നതും ഒരു പുണ്യം തന്നെയാണ്. When it comes to the last stages of life, many a times you and me don't get to decide for ourselves. It is invariably others who's going to decide for us. It becomes an emotional decision. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരികത വരുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ അല്ലാണ്ടാവും. അവിടെയാണ് കെയറും ക്യൂറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യേണ്ടത്. ചികിത്സിച്ചുകൊണ്ട് ഭേദമാകില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ദുരിതം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. ഹോസ്പൈസ് പാലിയേറ്റീവ് കെയറിന്റെ പ്രസക്തി മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് പലപ്പോഴും പലരും എത്താൻ അത് എളുപ്പമായി മാറും. ഇന്ന് ലിവിങ് വില്ല്, അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അവസാന സമയങ്ങൾ എങ്ങനെ ആവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഒരു ലിവിങ് വില്ല് എഴുതി കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പലരും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, കൂടുതൽ അത് മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ലൈഫ് കെയർ, അവരവരുടെ എൻഡ് ഓഫ് ലൈഫ് കെയർ ഒന്ന് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക, അല്ല അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആൻ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ഡു ഫോർ യുവർ സെൽഫ് ഓൺ യു. റോട്ടറി കൊച്ചിൻ സെന്ററിലും സിഗ്നേച്ചർ ഏജ് കെയറും കൂടെ ചേർന്ന് ഇന്ന് ഈ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് ഡേയില് വയോസേന എന്ന് പറഞ്ഞിട്ട് സ്ക്വാഡ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫോർ ദ എൽഡർലി, അതായത് പ്രായമുള്ള വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായമായവരെ
വോളണ്ടറി ആയിട്ട് പോയി ഹെൽപ്പ് ചെയ്യാൻ, അതായത് അവരോട് സംസാരിക്കുകയോ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ അല്ലെ അവരെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാനൊക്കെയുള്ള മനസ്സും സമയവും ഉള്ള ആൾക്കാരുടെ ഒരു സംഘടനയാണ് വയോസേന കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായമായവരെ സഹായിക്കാൻ മനസ്സുള്ളവരെ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറുപ്പക്കാരും പ്രായമുള്ളവരും സമയമുള്ളവരും മറ്റുള്ളവരെ കരുതുന്നവരും മനസ്സിന് നന്മയുള്ളവരും ഒക്കെ അതിനകത്ത് പങ്കാളികളാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വയോസേനയിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന ഗൂഗിൾ ലിങ്കിൽ ആ സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു.